ഹായ് അതെ, ഇന്നൊരു കംപ്ലൈന്റ് പറയാനുണ്ട് എനിക്ക്. ആദ്യം അത് പറയട്ടെ. ഇവനെ കാലത്ത് ഇവിടുന്ന് പോയി. ഞായറാഴ്ച പൊതുവെ ഞാൻ വീഡിയോ പിടിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്നാലും ഇത് ബിരിയാണി ഒക്കെയല്ല, അപ്പൊ ഒന്ന് പിടിക്കാന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ അപ്പോഴേക്ക് നീ വരുവാടാന്ന് ചോദിച്ചപ്പോ വരാം, ദാ പോയി ദേ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. പോയി കഴിഞ്ഞിട്ട് അവൻ വരുന്നത് എപ്പോഴാണ്. അപ്പൊ ചോട്ടുന്ന് കുറച്ച് നേരത്തെ വിളിച്ചു. അപ്പൊ പിന്നെ അവരോട് ചോട്ടും അനുമോളൊക്കെ വിളിച്ച് അവരോട് സംസാരിച്ചപ്പോൾ പിന്നെ എനിക്ക് സമയമുണ്ടല്ലോ. അല്ലെങ്കിൽ അവര് ഇപ്പൊ വിളിക്കുന്നുള്ളതിന് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കണ്ടേ എനിക്ക്. അപ്പൊ ഞാൻ അടുക്കളയിൽ ഞാൻ പറയട്ടെ, പിന്നെ നീ വാടമോനെ ചോട്ടൊക്കെ വിളിച്ചൊക്കെ കഴിഞ്ഞില്ല, ഇനിയിപ്പോ നമുക്ക് അത് പിടിക്കാലോ നീ എന്ന് പറഞ്ഞു. അതുമല്ല എനിക്ക് തൊണ്ടവേദനയുണ്ട്, അതാണ് സംസാരിക്കുമ്പോ ഒരു കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുമ്പോ ഒരു കുറവില്ല, നന്നായിട്ടുണ്ട്. അപ്പൊ തൊണ്ടവേദനയുണ്ട്, അപ്പൊ അതുകൂടി ഉണ്ട്. അപ്പൊ രാവിലെ ആണെങ്കിൽ വിളിക്കുന്ന സമയത്ത് അല്ല, തൊണ്ടവേദനക്ക് ഈ സീസണിൽ ഉണ്ടാവും. എന്താ സഡൻ ആയിട്ട് മഴ. അമ്മ ആസ്ഥാന കായികയൊന്നുമല്ലോ തൊണ്ടവേദന ഉണ്ട് ഉണ്ടെന്ന് വീണ്ടും പറയാം. അതല്ല, തൊണ്ടയിൽ കരകരാന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു ഇതുണ്ട്. അപ്പൊ അത് കൂടുതൽ എനിക്ക് സംസാരിക്കാനും വയ്യ. അത് 2 ഇഞ്ചക്ഷനും 3 ടോണിക്കും മേടിച്ചെന്നാ കറക്റ്റ് ആവും. അപ്പൊ ഇവൻ വരാന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചപ്പോ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം. അല്ല, നിങ്ങളൊന്ന് കേക്കണേ, ഞാൻ പറയട്ടെ, പറയാൻ സമ്മതിക്കില്ല. ഞാൻ ദൈവമേ അല്ലെങ്കിൽ തന്നെ വയ്യ. അപ്പൊ എന്താറിയോ, ഞാനെന്ത് വിചാരിച്ചറിയോ, എന്നാ പിന്നെ ഇത് പിടിക്കാതെ പിന്നെ ഇവനെ ഇതാ വരുന്നു എന്ന് പറയുമ്പോ എനിക്ക് ദേഷ്യം. അപ്പൊ ഇവിടെ ഒരു ബാലങ്ക നായരുണ്ടായിരുന്നല്ലോ. ബാലങ്ക നായര് പിടിച്ചാൽ ശരിയാവില്ല. എന്താറിയോ, അത് എനിക്ക് ശരിയാവില്ല. ഇവ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ എങ്ങനെ. ബാലങ്ക നായര് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലായിരിക്കും. പിന്നെ അത് പിടിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ഇവരോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതല്ല, നമുക്കിങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയൊക്കെ ഉണ്ട്, പലതും ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ എനിക്ക് അത് എന്താ. അല്ല, വേറൊരു കാര്യം, ഈ ഞായറാഴ്ച ദിവസം സാധാരണ മകൻ വിളിക്കുന്ന കാരണം നമ്മൾ സാധാരണ ദിവസങ്ങളിൽ വീഡിയോ പിടിക്കാറില്ല. ശരിയാണോ? ശരിയല്ലേ? ഒരു പ്രാവശ്യം വിളിച്ചു. അല്ല, ഒരു പ്രാവശ്യം വിളിച്ചു, ചിലപ്പോൾ നേരത്തെ വിളിച്ചു. ഓക്കെ, ചിലപ്പോൾ നേരം വൈകി വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം അവർക്ക് വിളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം അമ്മ എടുക്കണ്ടായിരുന്നോ? അമ്മ എന്താ പറഞ്ഞ്? ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ വീഡിയോ പിടിക്കുന്നില്ല അമ്മ പറഞ്ഞ്. എന്നോട് ഉറപ്പൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഇല്ല, ഉറപ്പ് പറഞ്ഞില്ല. ചിലപ്പോ ഇതെന്താ കൂടുതലാണല്ലോ. ഇത് ആശുപത്രി പോണ്ടി വരും അമ്മ, സംശയം. അപ്പൊ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനത് ദമ്മിന് വെച്ചു. ദേഷ്യം നന്നായിട്ടുണ്ട്. എങ്ങനെ വെച്ചെന്ന് നിങ്ങളോട് ചുരുക്കി ഒന്ന് പറയാം. ഞാൻ ഇറച്ചിയൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ കുക്കറിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കറുത്ത ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ ഇട്ടു. പിന്നെ സബോള ഇട്ടു, തക്കാളി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതെ, അമ്മക്ക് വീഡിയോ പിടിക്കാന്നുള്ള ചിന്തയില്ല, എവിടേക്കോ നോക്കുകയാണ്. ദൈവമേ, എന്തൊക്കെയായി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് ഉപ്പിട്ടു. കുറച്ച് നേരം ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു. എന്നിട്ട് ചിക്കൻ കുറച്ച് നന്നായിട്ട് ഇളക്കി ഇതിന്റെ അതിലൊക്കെ കൂടി ഇങ്ങനെ ഇളക്കി. എന്നിട്ട് കുറച്ച് തൈര് ഒഴിച്ചു. അതിലൊക്കെ കിടന്ന് പിന്നെ ഒരു 5 മിനിറ്റ് വഴറ്റി കൊടുത്തു. അതിന് ശേഷം മുളക് പൊടി ആവശ്യത്തിന്, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മറ്റേ എല്ലാം നമ്മൾ ഗരം മസാല ഒക്കെ ഹോളായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഗരം മസാലയുടെ ആവശ്യമില്ല. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടു. അതെല്ലാം ഇട്ടിട്ട് ചിക്കൻ കുറച്ച് നേരം അടച്ചു വെച്ചു, വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഒക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചു. അപ്പൊ എന്തൊക്കെ ഇട്ടു? മറ്റേ ഏലക്ക, പട്ട, ഗ്രാമ്പു, ജീരകം, സജീരകം, അങ്ങനെ എല്ലാം ഇട്ടു. മസാല, ബിരിയാണി മസാല എല്ലാം ഇട്ടു. എന്നിട്ട് പിന്നെ ഇറച്ചിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് അത് ഒന്ന് നന്നായി എല്ലാം പിടിച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ അതിൽ പിടിച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നപ്പോൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതായത് ചുടുവെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കൻ ആ മസാലയിൽ ഇരുന്നിട്ട് ഏതാണ്ട് കുറച്ച് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതായത് ഞാനിപ്പോൾ
2 ഗ്ലാസ് അരിയല്ലേ എടുത്ത് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. അങ്ങനെ ഇതിപ്പോ പണ്ട് റേഡിയോയിൽ പറയും ഇങ്ങനെയാണ് പാചകം ചെയ്യാന്ന്, അതുപോലെ അതൊഴിച്ചിട്ട് പിന്നെ കുറച്ച് മല്ലിയിലും പുതിന ഇട്ട് കൊടുത്തു. അരി ഇട്ടു. അരി ഇട്ടിട്ട് അതിന് മുകളിൽ 1 സ്പൂണ് ആദ്യം കുറച്ച് നെയ്യും എണ്ണയും കൂടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടി ഇട്ടിട്ട് അരി ഇട്ട് അടച്ചു വെച്ച് ഒറ്റ വിസിൽ ആയി 2ാമത്തേക്ക് വരുന്ന സമയത്ത് ഞാനത് തുറന്നു. അല്ല, ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു ദോശക്കല്ല്, പഴയ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നേരം കൂടി ഒരു 10 മിനിറ്റ് ദമ്മിന് വെച്ചു. ഇപ്പൊ തുറക്കാൻ പോകുന്നു. ഇതേവരെ തുറന്നു നോക്കി. ഇത് ശരിക്കും സ്കൂളിൽ ഒരു പദ്യം പറഞ്ഞു തന്നിട്ട് പറയാം നാളെ പഠിച്ചിട്ട് വരണം, അതുപോലെ നീ അല്ലേ ഇതിനൊക്കെ കാരണം. അമ്പോ അമ്മ, അമ്മേനെ ശരിക്കുള്ള പേര് അംബുജാന്നായിരുന്നില്ല വെക്കേണ്ടത്, അമ്പോന്നായിരുന്നു കേട്ടോ. ഇപ്പൊ അമ്മ എന്താ ഈ സിമ്പതി കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കാണിക്കണമ്മ? അല്ല സോറി, ചുമച്ച് കാണിക്കണ കുറച്ചെന്ന് പറഞ്ഞ് ഞാൻ ചീത്ത പറയും. അതെന്താ പറയുക, ഈ പരസ്യം കണ്ടിട്ടേ ടി വിയുടെ ഇടയ്ക്ക് പോയി പരസ്യം വരില്ലേ, വല്ലാത്ത കൊര, വല്ലാത്ത ചുമ. ഇന്ന് എന്നോട് ഇതൊന്നും എനിക്ക് തരില്ലേ? ഇപ്പൊ ആയി കണ്ട, ദമ്മൊക്കെ ആയി കണ്ട. ഇനി ഇളക്കി കൊടുക്കും. അമ്മ ഇപ്പൊ കംപ്ലൈന്റ് പറയാൻ വേണ്ടിട്ടാണോ ഈ വീഡിയോ പിടിച്ചമ്മ? അമ്മക്ക് ചോദിക്കാൻ കുറച്ച് ആൾക്കാരായി എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാ ഏലമ്മ? ഈ പാവപ്പെട്ടവന്റെ മുകളിലല്ലാണ്ട് ഒരു കംപ്ലൈന്റ് നമുക്ക് പറയാനും ഇല്ല അല്ലേ? അത് ഇളക്കി കൊടുക്കണം അല്ലേ? ഇങ്ങനെ അല്ല, അത് ഇളക്കി കൊടുക്കല്ല, കറക്റ്റായി വന്നു. ഇനി നമുക്കിത് കഴിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. ഇനി നിനക്ക് കഴിച്ചാൽ മതിയല്ലോ. ഒറ്റ വിസിൽ വന്ന് വെയിറ്റിട്ട് കഴിഞ്ഞിട്ട് പിന്നെ 2ാമത് വരണ്ട. അതിന് മുമ്പ് നമ്മളിങ്ങനെ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇറക്കിയിട്ട് നമ്മൾ ദോശക്കല്ല് വെച്ചിട്ട് അതിലാണ് നമ്മൾ വെച്ച് ദം ചെയ്യുന്നത്. കണ്ടില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? എല്ലാം കറക്റ്റായിട്ട് കണ്ട. ചിക്കനൊക്കെ കറക്റ്റായി വെന്തു, ചോറ് എല്ലാം കണ്ട, വെള്ളമൊക്കെ കറക്റ്റായി. ഇത്രയേ ഉള്ളൂ, വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരുപാട് സമയം നമ്മൾ വേണ്ട. ഈ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് ഏറെ ഉണ്ടാവുന്ന ഒരു 20 മിനിറ്റ് മതി. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഇന്ന് അമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തു പോയത്. അതുകൊണ്ട് അമ്മയുടെ ഇന്നത്തെ കംപ്ലൈന്റ് മിക്കവാറും ഏൽക്കാൻ വഴിയില്ല കേട്ടോ. എന്നെ ആരും ചീത്താവില്ല. പാവ ആ കുട്ടിക്ക് ഒന്നും അറിയില്ല, അത് പുറത്തൊന്ന് പോയി അപ്പോഴേക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് എന്താപ്പാ അമ്പുജമ്മയ്ക്ക്, അല്ല അമ്പുജമ്മയ്ക്ക് ഇപ്പൊ എന്താപ്പ കുഴപ്പം? ആ ബാലങ്ങൻ നായരെന്ന് വിളിക്കുന്ന ആ സുഗമസുന്ദരനായ മനുഷ്യനപ്പുറത്ത് ഒരു ക്യാമറയും പിടിച്ച് നിന്ന അമ്മക്ക് നോക്കാൻ എന്തത്ര മടി? ഇത്ര വർഷം നോക്കിയതല്ലേ? ഇത് കേട്ടിട്ട് അച്ഛൻ യൂട്യൂബ് കാണാത്തത് നമ്മുടെ ഭാഗ്യം. കണ്ട ബാലങ്ങൻ നായർ തന്നെ ആവും ഈ പറഞ്ഞതിന്. അപ്പോൾ എൻ്റെ കംപ്ലൈൻറ്റുകൾ അമ്മ പറഞ്ഞു കഴിഞ്ഞാലമ്മ. അപ്പോൾ അവർ മനസ്സിലാക്കും ആ കുട്ടി ഞായറാഴ്ച ദിവസമല്ലേ എവിടേക്കെങ്കിലും നിന്ന് പോയിട്ട് വന്നിട്ടുണ്ടാവും, ആ സമയത്ത് ഇത് പിടിക്കുന്ന സമയത്ത് വാടാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതിന് വരാത്തതിൻ്റെ ദേഷ്യം അമ്പുജമ്മയുടെ മുഖത്ത് നന്നായിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ എന്താ പറഞ്ഞാൽ കുറച്ച് നേരം അത് സാധിച്ചല്ലോ, അവരെ കാണാൻ പറ്റിയല്ലോ. കണ്ടതിൽ സന്തോഷമുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം കാണാണ്ടിരുന്നു. അവർക്കും വിഷമാണ്, എനിക്കും വിഷമാണ്. അതുകൊണ്ട് എത്ര ഇതാണെങ്കിലും എനിക്കൊന്ന് കാണണം. അപ്പം ഇവൻ വന്നല്ലോ, ഇനിയിപ്പോൾ ഊണ് കഴിക്കണ നേരത്തെ വന്നിച്ച് എനിക്കിത് പിടിക്കാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും വിശന്ന സമയമായിരിക്കും. ഇപ്പം പിന്നെ അത് ദമ്മിൽ വെച്ച സമയത്ത് അവൻ വന്നല്ലോ. ഡ്രസ്സ് മാറാനും കൂടി സമ്മതിച്ചില്ല ഞാൻ. അയ്യോ ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരട്ടെ, എലുങ്കി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും സമ്മതിക്കാണ്ട് ഞാനിവിടെ പിടിച്ചു നിർത്തി. അതിൻ്റെ ഒരു ഇതുണ്ടാവും അവന്. ഞാനിപ്പോൾ എന്നെ തല നനച്ചതിന് രാവിലെ അവൻ കുറേ ചീത്ത പറഞ്ഞു. തല നനയ്ക്കുകയാണ്, നോക്കില്ല, ആരോഗ്യം നോക്കില്ല, അങ്ങനെ എങ്ങനെ പറഞ്ഞു. അതല്ലാണ്ട് അനിയൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു. നീ വേണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കടാ, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ലടാ, എൻ്റെ വാക്കിന് വെളിയില്ലടാ, എന്തൊക്കെയാ പറയണ്ടായിരുന്നു. അവൻ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തിനാ അമ്മ തല നനച്ച്, വയ്യാത്തപ്പ തല നനയ്ക്കാണ്ടിരുന്നൂടായിരുന്നില്ലേ? ഞാനിങ്ങനെ പറയാട്ടോ, എന്തിനാ അമ്മ തല നനച്ചെന്ന് പറയാട്ടോ. ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു. അവൻ നല്ല സ്നേഹത്തില് എന്തിനാ അമ്മ തല നനയ്ക്കാൻ സുഗന്ധിയാത്തപ്പോന്ന് പറഞ്ഞു. പിന്നെ അനുമോളും പറഞ്ഞു, അയ്യോ അമ്മ എന്തിനാ തല നനച്ച്, ചൂടുവെള്ളത്തില് ഉപ്പുവെള്ളം എന്താ പറയാ, എന്താ ചെയ്യാ, ചെയ്യൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ അവരുടെ സ്നേഹം അവർക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം അവർ അവിടെയല്ലേ ഉള്ളത്. ഈ ദിവസം പറഞ്ഞാൽ കേൾക്കാത്ത അമ്മേനോട് എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടേ കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ, അത് ചീത്ത പറയാണ്ടിരിക്കില്ലല്ലോ.
പറഞ്ഞാൽ മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും അത് എന്ത് പറയണേ നമുക്ക്. അതെ, അച്ഛൻ എന്നോട് പറഞ്ഞു നീ വേണമെങ്കിൽ നോക്കിക്കോന്ന്, ഞാൻ അവനോട് പറഞ്ഞു നീ വേണമെങ്കിൽ പറഞ്ഞോ, മനസ്സിലായില്ലേ? ബാലകന്മാരൊന്നും വന്ന് കേൾക്കണ്ട, ബാലകന്മാരും അറിയാ എന്താണ് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഇത് ചെറിയ കുട്ടിയാണോ പറഞ്ഞ മനസ്സിലാക്കുക, അവനൊരു ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? അത് പറയണം അച്ഛനോട്. എന്താ പറയുക, വയസ്സായെന്നുള്ളൂ 5 വയസ്സിൻ്റെ കുട്ടികളുടെ ബുദ്ധിയാണെന്ന് പറഞ്ഞ അച്ഛന് മനസ്സിലാവും. അച്ഛൻ മനസ്സിലാവേണ്ടൊന്നുമില്ല, ഇത്ര കാലം ജീവിച്ചല്ലേ. അല്ല അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാം കഴുകാൻ വേണ്ടി പോയി, അപ്പൊ അറിയാണ്ട് തലയിൽ ഒഴിച്ചതോ അറിയാണ്ട് എങ്ങനെ തലയിൽ വെള്ളം ഒഴിക്കുക, ബുദ്ധിയും ബോധമൊന്നും ഇല്ലാണ്ടായോ, എന്തൊക്കെയോ പറഞ്ഞു പറയാം. അതിന്റെ കൂടെ ഇവനും പറഞ്ഞു, രണ്ടുപേരും ചിത്രം. ഞാൻ എന്താ പറഞ്ഞേ, നീ എത്ര പറഞ്ഞാലും കേൾക്കില്ല, അവനാൻ്റെ ആരോഗ്യം നോക്കണമെന്നില്ല, മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, കുറേ മരുന്ന് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ അസുഖം വരാണ്ടും കൂടി നോക്കണ്ടേ, ഇതൊക്കെയാ പറഞ്ഞു. പിന്നെ അനിയൻ്റെ അടുത്തും കുറേ കംപ്ലൈൻറ്റ്. ഇപ്പം അമ്മ തൃപ്തിയായി, അമ്മ എല്ലാ കംപ്ലൈൻറ്റ് ഒരുമിച്ച് എല്ലാം പറഞ്ഞപ്പോൾ അപ്പോൾ എല്ലാവരും കൂടി എന്നെ ചീത്ത പറഞ്ഞു കേട്ടല്ലേ. അമ്മ എൻ്റെ സ്നേഹം ഞാൻ അങ്ങനെ പ്രകടിപ്പിച്ചു, അവൻ്റെ സ്നേഹം അവൻ അങ്ങനെ പ്രകടിപ്പിച്ചു, അനുമോളുടെ സ്നേഹം അനുമോൾ അങ്ങനെ പ്രകടിപ്പിച്ചു, അച്ഛൻ്റെ സ്നേഹം അച്ഛൻ ഇങ്ങനെ പ്രകടിപ്പിച്ചു, മനസ്സിലായില്ലേ? ആ എല്ലാ പ്രകടനത്തിൻ്റെ അവസാനത്തിൻ്റെ ഒരു മീനിങ്ങേ ഉള്ളൂ, എല്ലാത്തിനുള്ളിലും സ്നേഹമാണ്. എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയുള്ളൂ. കാരണം ഇന്നലെ രാത്രി മുഴുവൻ ചുമച്ചിട്ട് അമ്മ കിടന്നിട്ടില്ല. രാവിലെ എണീച്ചിട്ട് തലയിൽ നനച്ചിട്ട് വരുമ്പോൾ ഏത് മക്കളായാലും പറയും അത് വേണമെന്ന് പറഞ്ഞിട്ടല്ല, എന്നും തന്നെ നിനക്കില്ലേ, അപ്പൊ ഓർമ്മയില്ലാണ്ട് വെള്ളം എടുത്ത് വെച്ചു. സാരില്ല. എന്നിട്ട് എന്നോട് അപ്പം ഒന്നും മിണ്ടില്ലല്ലോ. ഇപ്പൊ കംപ്ലൈന്റ് മുഴുവൻ പറയാം. അമ്മയ്ക്ക് എന്താ അറിയോ, പറഞ്ഞാ ഞാൻ അവര് പറയണത് കേട്ടിട്ട് ഞാൻ. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം എന്താ പറഞ്ഞാൽ എന്ത് പറയാനും നിങ്ങൾ കേട്ടോളൂ കേട്ടോ. നിങ്ങളോടാ പറയണത്, എന്ത് പറയുകയാണെങ്കിലും ഒരു വലിയൊരു കുടുംബം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ്, മനസ്സിൻ്റെ വിഷമങ്ങൾ, എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ ഫീലിംഗ് പറയുക. ആദ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ചിരിക്കുക, പാചകം ചെയ്യുക, പോവുക. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞാൽ അതെന്തായാലും കേൾക്കുക, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറയാം. ഇങ്ങനെയൊക്കെ ഇപ്പം എൻ്റെ ദൈവമേ കുറച്ച് ദിവസമായിട്ട് കംപ്ലൈൻറ്റ്, പരിഭവം, മനസ്സിൻ്റെ വിഷമം ഒക്കെ പറയാൻ തുടങ്ങിയല്ലമ്മ. അതെന്താ? അതങ്ങനെയാണ്, സ്നേഹിക്കുന്ന ആൾക്കാരെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ കുറ്റം പറയുമ്പോൾ അവർ കേൾക്കാറില്ല കേട്ടോ. അവർ പറയും ആ മോൻ അങ്ങനെയൊന്നല്ല, അത് എന്തായാലും നല്ലതിന് പറഞ്ഞായിരിക്കും എന്നല്ലേ പറയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ എന്താരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ വരൂ കേട്ടോ. ബിരിയാണി ഉണ്ട്, ഞാൻ അതിൻ്റെ കൂടെ ചിക്കന് പൊരിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതും തരാം. പിന്നെ വേണമെങ്കിൽ ഇന്നെന്താ തരിക, എന്തെങ്കിലുമൊക്കെ തരാം. നിങ്ങൾ വരുമ്പോൾ ഒരു മാസ്ക് ഇട്ടിട്ട് വന്നോളാം, നമുക്ക് ജലദോഷം ഇതൊക്കെ ഉണ്ട് അല്ലേ. വേണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ.